ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 തിങ്കളാഴ്ചയാണ്. ആദ്യം ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. റുപ്പി പുതിയ റെക്കോർഡ് ലോ ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. റുപ്പി ഇതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസിയായി ഈ വർഷം മാറിക്കഴിഞ്ഞു. ഡോളർ ശക്തിപ്പെടുന്നത് കൊണ്ടാണ് റുപ്പി ഇത്രയധികം വീക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പെട്രോൾ ഡീസൽ വിലയിലുണ്ടായ 3 രൂപയുടെ വർധനവ്. ഈ ആഴ്ചയിലും ഒത്തിരിയേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന ഒരാഴ്ചയാണ്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ ഈ സമീപ ആഴ്ചകളിലായിട്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെൻറ്റുകളിലായിരുന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫിനാൻഷ്യൽ ഇയർ 2026 വിപണികളിൽ വലിയ മുന്നേറ്റം കണ്ടത് നമ്മൾ ഈ പറഞ്ഞതുപോലെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലാണ്. BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഏകദേശം 20.64% ഫിനാൻഷ്യൽ ഇയർ 2026 ഉയർന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ആണെങ്കിൽ 13.47%, സെൻസെക്സ് 4.57% മാത്രവുമാണ് മുന്നേറിയിരിക്കുന്നത്. അതായത് ഈ 3 ഇൻഡെക്സുകളും വെച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പിൽ വലിയൊരു റാലി വന്നിരിക്കുന്നു. മിഡ് ക്യാപ്പിൽ 13.4% കുറച്ചുകൂടി നല്ല ഒരു റാലിയും വന്നിരിക്കുന്നു. സെൻസെക്സിൽ വെറും 5% അടുത്തിട്ടുള്ള ഒരു റാലി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് വെസ്റ്റ് ഏഷ്യൻ യുദ്ധത്തിന് ശേഷം 7.4% നേട്ടമാണ് ഉണ്ടാക്കിയത്. BSE മിഡ് ക്യാപ്പ് 0.81% ഉയരുകയുണ്ടായി. അതേസമയം വെസ്റ്റ് ഏഷ്യൻ വാറിന് ശേഷം സെൻസെക്സ് 7.44% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കാണിച്ചു തരുന്നത് ലാർജ് ക്യാപ് ഓഹരികളെ അപേക്ഷിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റുകൾ ശക്തമായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി ശക്തമായിട്ടുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ ലോ ബേസ് കൂടാതെ പുതിയ രാജ്യങ്ങളിലേക്കുള്ള വിപണി വ്യാപനം കാരണം കയറ്റുമതി 13.7% ഉയർന്ന് $43.5 ബില്യൺ ഇത് 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ്. അതേസമയം ഇറക്കുമതി 10% ഉയർന്ന് 71.9 ബില്യനുമായി. ഇതോടെ ട്രേഡ് ഡെഫിസിറ്റ് 28.3 ബില്യനുമായി. ഇത് കഴിഞ്ഞ 3 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയാണ്. വെസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെ കയറ്റുമതി വളരെയേറെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിലുള്ള കയറ്റുമതി ഏപ്രിൽ 28% കുറഞ്ഞിരുന്നു. മാർച്ചിൽ അത് 57.9% ഇടിവായിരുന്നു. അവിടെ നിന്നും ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ എക്സ്പോർട്സിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്ടറുകളിലെ വളർച്ച തന്നെയാണ്. ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 34.66% വർദ്ധിച്ച് $9.6 ബില്യൺ. ഇലക്ട്രോണിക്സ് കയറ്റുമതി 40.3% ഉയർന്ന് $5.1 ബില്യൺ ശക്തമായിട്ടുള്ള വളർച്ചയുമാണ് കാണിച്ചിരിക്കുന്നത്. ഇടിവിന് ശേഷം വലിയ രീതിയിലുള്ള വളർച്ച കാഴ്ചവെച്ച ചില സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത്. 40.3% വളർച്ചയാണ് എക്സ്പോർട്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്രോളിയം പ്രൊഡക്ട്സ് 34.66% വർധനവ് കാണിച്ചു. എഞ്ചിനീയറിംഗ് ഗുഡ്സ് 8.7%, ഫാർമ 7.1%, കെമിക്കൽസ് 7.3%. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് വേഗത്തിൽ നീങ്ങുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകൾ വീണ്ടും ശക്തിയായി എന്നതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% ഇടിവിലും കോസ്പി മാർക്കറ്റ് 3% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,577 എന്ന നിലയിൽ 131 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി US മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സും 300-ലേറെ പോയിന്റ്സിൻ്റെ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഓയിൽ പ്രൈസുകൾ വളരെയേറെ വർദ്ധിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $111 കുതിച്ചുയർന്നിരിക്കുന്നത്. 1.67% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഉയർന്നിരിക്കുന്ന ടെൻഷനുകളും ഡോളർ ഈൽഡ് എന്നിവയും ഉയർന്നതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസുകളിൽ ഒരു ഇടിവാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഗോൾഡ് ഇപ്പോൾ ഒരാഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഗോൾഡ് പ്രൈസുകൾ 2% ഇടിഞ്ഞത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്.
ഇനി ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ടാറ്റ സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റിൽ 146.9% വർധനവാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2,965 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.5% വർധനവ് വന്നിരിക്കുന്നു. 63,270.1 കോടി രൂപയായിട്ടാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ITC ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയത് 315.9 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 23% വർധനവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 18.2% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ 1,253.7 കോടി രൂപയാണ്. ഇനി മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ കമ്പനിയായിരുന്നു ഗോഡ്ഫ്രീ ഫിലിപ്സ് എന്ന കമ്പനി. സ്റ്റോക്കിനെ കുറിച്ച് പറയാം. അതിനു മുന്നേയായി ആർക്കെങ്കിലും ട്രേഡിങ്ങിൽ ഇനിയും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങളിതാ ഒരു ട്രേഡിംഗ് കോഴ്സ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. F&O ട്രേഡിംഗ് അടക്കമുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ്, OI അനാലിസിസ് അടക്കമുള്ള ക്ലാസ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ കൂടാതെ ഇക്വിറ്റി ട്രേഡിങ്ങിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ചാർട്ട് അനാലിസിസിനെ കുറിച്ച് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ ഈ കോഴ്സിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത് ഗോഡ്ഫ്രീ ഫിലിപ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 86.7% വർധനമാണ് വന്നിരിക്കുന്നത്. 521.4 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 13.6% വർധനവ് രേഖപ്പെടുത്തി. 1,787.3 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 9.7% വർധനവ് വന്നു. 4,546.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 11,665.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 46.6% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,835.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.1% വർധനവ്. 30,813.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, ആസ്ട്രൽ, ഡോംസ് ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, GE വെർണോവ TD ആൻഡ് ഇന്ത്യ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, JSW സിമെൻറ്റ്, പൂർവാങ്കര, സൺ ഫാർമ, സ്ട്രൈപ്സ് ഫാർമ സയൻസ്, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ, ത്രിവേണി ടർബൈൻ, സൈഡസ് വെൽനസ് തുടങ്ങിയവയാണ്. അടുത്തായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS കഴിഞ്ഞ ആഴ്ചയിലെ 2 ദിവസങ്ങളിൽ, അതായത് അവസാനത്തെ 2 ദിവസങ്ങളിൽ ബൈയിങ്ങിലേക്ക് വന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. വെള്ളിയാഴ്ച 1,329 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 1,959 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.